ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ഇന്ന് പുറത്തിറങ്ങിയ തുടക്കം എന്ന ചിത്രം മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാലിന്റെ തുടക്കം മാത്രമല്ല, നമ്മുടെ നാട്ടുകാരനായ കാരശ്ശേരി സ്വദേശി ലിനീഷ് നെല്ലിക്കലിന്റെയും തുടക്കമാണ്. കഥാകൃത്തും തിരക്കഥാകൃത്തുമായ ലിനീഷ് നെല്ലിക്കൽ നമ്മളോടൊപ്പം ഉണ്ട്. ലിനീഷുമായിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാം. ഇപ്പൊ താങ്കളുടെ ഇന്നത്തെ ഒരു സിനിമ പുറത്തിറങ്ങിയിരിക്കുകയാണ്. എന്താണ് ഇതില്, എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിപ്പെടുന്നത്? സിനിമയിലേക്ക് എത്തിപ്പെടുന്നത് ഞാൻ 2020 ഈ കഥ ജൂഡേട്ടന് സമർപ്പിക്കുന്നത്. അപ്പൊ അതിന് 2 വർഷം മുമ്പേ തിരുത്തി എഴുതി മാറ്റി എഴുതി റെഡിയാക്കി എടുത്തൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു അത്. 2020 ജൂഡേട്ടന് കൈമാറുന്നത്. തന്നെ ജൂഡേട്ടന് ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടിരുന്നു, കഥകൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിന് മറുപടിയായിട്ട് അയച്ച ഒരു തിരക്കഥയായിരുന്നു ഇത്. പിന്നീട് അത് തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. എങ്ങനെ? അത് അന്ന് 1000-ലധികം കഥകളിൽ ജൂഡേട്ടന് കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതില് 4-5 കഥകൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിലൊരു കഥയായിരുന്നു ഈ തുറക്കാനുള്ളത്. നേരത്തെ സിനിമകൾ എഴുതിയിരുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ്? അല്ലെങ്കിൽ മറ്റു പുസ്തകങ്ങളോ നോവലുകളോ കാര്യങ്ങളോ എന്തെങ്കിലും? ഇല്ലല്ല, അങ്ങനെ ചോദിച്ചാൽ ഒന്നും തന്നെ എഴുതിയിട്ടില്ല എന്നാണ് പറയണം. ആദ്യമായിട്ട് എഴുതിയത് ഈ ഒരു തിരക്കഥ തന്നെയാണ്. അപ്പൊ അതിൻ്റെതായ സമയം എടുത്തിട്ടാണ് അത് ചെയ്തത്. കാരണം ആദ്യമായിട്ട് എഴുതുകൊണ്ട് അതിൻ്റെതായ തെറ്റുകളും കുറവുകളൊക്കെ ഉണ്ടായിരുന്നു. സുഹൃത്തുക്കളോടും ചർച്ച ചെയ്ത് തിരുത്തി എഴുതിയിട്ടാണ് ഒരു നല്ലൊരു ഫോർമാറ്റിലായതിനു ശേഷമാണ് 2020 ഈ ജൂഡേട്ടനെ കൈമാറുന്നത്. എങ്ങനെ ഇത്ര ത്രെഡിലേക്ക് അല്ലെങ്കിൽ ഈ കഥയുടെ തുടക്കത്തിലേക്ക് എങ്ങനെയാണ് വരുന്നത്? കഥയുടെ തുടക്കം എന്ന് പറഞ്ഞാല് ത്രെഡ് ശരിക്കും അന്ന് ആ സമയത്ത് വാട്സാപ്പിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. അതൊരു രാത്രിയിലോ ഒരു ഒറ്റപ്പെട്ട യാത്രയിൽ ഒരു പെൺകുട്ടി തനിച്ചുള്ള ഒരു യാത്രയിൽ അവർക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ എങ്ങനെ പ്രതിരോധിക്കണം, എന്തൊക്കെ സുരക്ഷ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളൊരു ചെറിയൊരു വാട്സപ്പ് മെസ്സേജ് പോലത്തെ അതൊരു ത്രെഡായിട്ട് എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ആ സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങിയത്. പിന്നീട് എങ്ങനെയാണ് ഈ നിങ്ങൾ 3 പേരുണ്ടല്ലോ ഈ സിനിമയിൽ തിരക്കഥാകൃത്തുകൾ, അതെങ്ങനെയാണ് അതിനകത്ത് കൂട്ടിച്ചേർക്കലും ഉണ്ടായ താങ്കളുടെ കഥയിൽ എന്താണ്? അന്ന് 2020 ഈ ജൂഡേട്ടനെ കഥ കൈമാറുമ്പോൾ അത് ശരിക്കും ഈ വിസ്മയ മോഹൻലാലിന് വേണ്ടി എഴുതിയൊരു കഥയായിരുന്നല്ലോ, നോർമലായിട്ട് എഴുതിയൊരു കഥയായിരുന്നു. അപ്പോൾ 2025 കഴിഞ്ഞ വർഷമാണ് അത് വിസ്മയ മോഹൻലാലിന്റെ അടുത്ത് ലാലേട്ടൻ്റെ അടുത്ത് എത്തിപ്പെടുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അതിൽ നല്ലൊരു മേക്ക് ഓവർ അവർ നടത്തിയിട്ടുണ്ട്. അത് ഡയറക്ടർ ജൂഡേട്ടനെയും പിന്നെ അഖിൽ കൃഷ്ണ എന്നൊരു പയ്യനും കൂടി ചേർന്നിട്ടാണ് അത് ചെയ്തത്. അതാണ് ഞങ്ങൾ ടൈറ്റിൽസിൽ റൈറ്റേഴ്സിന്റെ ടൈറ്റിൽ 3 പേരുടെ പേര് വരെ അതാണ്.